അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ ശ്ലോകം മുതൽ സമർപ്പണ ശ്ലോകമായ 56-ാമത്തെ ശ്ലോകം വരെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കണം. ധർമ്മപുത്രോതിബലവാൻ മുമോചാശുശിലീമുഖാൻ ഗദാം ചിച്ഛേദ ഭഗവാം തദാ ദൈത്യപദേർദൃഢാം. വിസ്മയം പരമം ജഗ്മു പ്രേക്ഷകാ ഗഗനെ സ്ഥിതാ. സതു ശക്തിം സമാദായ പ്രഹ്ലാദ പരവീരഃ. ചിക്ഷേപതരസാ ക്രുദ്ധോ ബലാൻ നാരായണോ രസി. താമാപതന്തിം സംവീക്ഷ്യ ബാണേനൈകേന ലീലയാ. സപ്തധാ കൃതവാനാശു സപ്തഭിസ്തം ജഘാനഃ. ദിവ്യവർഷസഹസ്രം തു തദ്യുദ്ധം പരമം തയോ. ജാതം വിസ്മയദം രാജൻ സർവേഷാം തത്ര ചാശ്രമേ. തദാ ജഗാമ തരസാ പീതവാസാശ്ചതുർഭുജാ. പ്രഹ്ലാദസ്യാശ്രമം തത്ര ജഗാദ ച ഗദാധരാ. ചതുർഭുജോ രമാകാന്തോ രഥാംഗദരപത്മഭൃത്. ദൃഷ്ട്വാ തമാഗതം തത്ര ഹിരണ്യകശിപോസുത. പ്രണമ്യ പരയാ ഭക്ത്യാ പ്രാഞ്ജലി പ്രത്യുവാച. പ്രഹ്ലാദ ഉവാച.
ദേവദേവ ജഗന്നാഥ ഭക്തവത്സല മാധവ കഥം ന ജിതവാനാജാവഹമേതൗ തപസ്വിനൗ സംഗ്രാമസ്തു മയാ ദേവാകൃത പൂർണ്ണം ശതം സമാം സുരാണാം ന ജിതൗ കസ്മാദിതി മേ വിസ്മയോ മഹാൻ. വിഷ്ണുരുവാച സിദ്ധാവിമൗ മദം ശൗച വിസ്മയക്കോത്രമാരിഷ താപസൗ ന ജിതാത്മാനൗ നരനാരായണൗ ജിതൗ ഗച്ഛ ത്വം വിതലം രാജൻ കുരു ഭക്തിം മമാചലാം നാഭ്യാം കുരു വിരോധം ത്വം താപസാഭ്യാം മഹാമതേ. വ്യാസ ഉവാച ഇത്യാജ്ഞപ്തോ ദൈത്യരാജോ നിര്യയാവസുരൈഃ സഹ നരനാരായണോ ഭൂയസ്തപോയുക്തൗ ബഭൂവതു. ഇതി ശ്രീമദ്ദേവീ ഭാഗവതേ ചതുർത്ഥസ്കന്ധേ നവമോऽധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാലക്ഷ്മ്യൈ നമഃ. ശ്രീ മഹാകാളീ നമഃ. ശ്രീ മഹാസരസ്വത്यै നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 9-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ ശ്ലോകം മുതൽ 56 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബലശാലി ധർമ്മസൂനു ദൈത്യേന്ദ്രനെ ആക്രമിച്ചു, പ്രഹ്ലാദന്റെ ഗദയെയും തകർത്തു ദേവൻ. പിന്നിലുള്ള കാണികളോ അത്യധികം വിസ്മയിച്ചു, ശത്രു സംഹാരകൻ ദൈത്യൻ വേലെടുത്തല്ലോ. ക്രുദ്ധനായി നാരായണ മാറിലേക്കു അയച്ചല്ലോ, ആയുധത്തെ നിസ്സാരമായി ഒരു ബാണത്താൽ 7 തകർത്തുവല്ലോ. 7 ബാണം പ്രയോഗിച്ചു, അവർ തമ്മിലുള്ള യുദ്ധം 1000 വർഷം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അവർ തമ്മിലുള്ള യുദ്ധം 1000 വർഷം നീണ്ടുനിന്നു. ആശ്രമവാസികളെല്ലാം വിസ്മയിച്ചു, പീതാംബരധാരി ദേവൻ അവിടെയെത്തി. ചതുർബാഹു രമാകാന്തൻ ശംഖചക്രഗദാധാരി പ്രഹ്ലാദന്റെ അടുത്തെത്തി. അതേ സമയം ആശ്രമത്തിലെത്തിച്ചേർന്ന ഭഗവാനെ പ്രഹ്ലാദനും ആദരവോടെ വണങ്ങി ഏവം പറഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പ്രഹ്ലാദൻ പറഞ്ഞു,
ദേവദേവ ജഗന്നാഥ ഭക്തവത്സല മാധവ, എന്തുകൊണ്ടു എനിക്കിപ്പോൾ വിജയിക്കാൻ കഴിഞ്ഞില്ല? 100 ദിവ്യവത്സരങ്ങൾ യുദ്ധം ചെയ്തു ഞാൻ, എന്നിട്ടും എനിക്കവരെ ജയിക്കുവാൻ കഴിഞ്ഞില്ല. വിഷ്ണു പറഞ്ഞു, എന്റെ അംശഭൂതരവർ അത്ഭുതമെന്ത്? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജിതാത്മാക്കൾ നരനാരായണന്മാരാണവരും, വിതലത്തിലേക്കു പോകൂ ഭക്തിയുക്തനായി. താപസന്മാരുമായി നീ യുദ്ധവും വേണ്ട. വ്യാസൻ പറഞ്ഞു, ഭഗവാന്റെ വാക്കുകേട്ടു പ്രഹ്ലാദനും മടങ്ങിനാൻ. നരനാരായണന്മാരോ തപം തുടർന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണി ശരണം. കാളി ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ, ശ്രീമദ് ദേവി ഭാഗവതം ജ്ഞാനയജ്ഞം ഇന്ന് 355 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിലെ 45 മുതൽ 56 കൂടിയുള്ള ശ്ലോകങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തത്, ഭാഷാഗാനമായി പാടിയത്. ഇപ്പോൾ ഇതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നത്. ഇവിടെ നരനാരായണന്മാരും പ്രഹ്ലാദനും തമ്മിലുള്ള യുദ്ധത്തെ പറയുകയാണ്. നാരായണന് നേരെ നാരായണന്റെ മുട്ടുനോക്കി വളരെ ദേഷ്യത്തോടുകൂടി ഗദ കൊണ്ട് ആഞ്ഞടിച്ചു. എന്നാൽ അചഞ്ചലനായി നാരായണൻ അവിടെ നിന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് ഇന്നലെ.
ധർമ്മപുത്രോതിബലവാൻ മുമോചാശു ശിലീമുഖാൻ. ബലശാലിയായ ആ ധർമ്മസൂനു, ധർമ്മന്റെ പുത്രനായിരിക്കുന്ന നാരായണൻ പ്രഹ്ലാദന്റെ നേർക്ക് ശിലീമുഖാൻ മുമോചാശു, ആ തീക്ഷ്ണങ്ങളായിരിക്കുന്ന ബാണങ്ങൾ തൊടുത്തുവിട്ടു. ഗതാം ചിച്ഛേദ ഭഗവാം സ്തദാ ദൈത്യപതൈർ ദൃഢാം വിസ്മയം പരമഞ്ജഗ്മു. അപ്പോ ദൈത്യരാജന്റെ കയ്യിലുണ്ടായിരുന്ന ഉറപ്പുള്ള ആ ഗദ ഭഗവാൻ നാരായണൻ ഛിന്നഭിന്നമാക്കി വിസ്മയം പരമം ജഗ്മു. പ്രേക്ഷക ഗഗനേ സ്ഥിത, ഗഗനേ സ്ഥിത പ്രേക്ഷക, ആകാശത്ത് കണ്ടുകൊണ്ടിരുന്ന കാണികൾ, ആ ദേവന്മാരൊക്കെ അത്യന്തം വിസ്മയിച്ചു ഇത് കണ്ടപ്പോൾ. സതു ശക്തിം സമാദായ പ്രഹ്ലാദ പരവീരഹ. പരവീരഹ, ശത്രുസംഹാരകനായിരിക്കുന്ന പ്രഹ്ലാദൻ ശക്തി, ആ വേല് കയ്യിലെടുത്തു. ചിക്ഷേപ തരസാ ക്രുദ്ധോ ബലാൻ നാരായണോരസി താമാപതന്തിം സംവീക്ഷ്യ ബാണേനൈകേന ലീലയ. ദേഷ്യം വന്നു പ്രഹ്ലാദന്. ആ ശക്തി നാരായണ ഋഷിയുടെ മാറിടത്തിനു നേരെ വലിച്ചെറിഞ്ഞു എന്നാണ്. അപ്പോഴോ തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന ആ ആയുധത്തെ ലീലയ, ബാണേന ഈകേന ലീലയ, നിസാരമട്ടിൽ ഒരു ലീല, ഒരു കളി എന്നതുപോലെ ഒരൊറ്റ ബാണം കൊണ്ട് സപ്തധാകൃതവാനാശു, വേഗം 7 പിളർന്നു. സപ്തഭിസ്തം ജഘാനഹ, 7 ബാണങ്ങൾ പ്രഹ്ലാദന്റെ നേർക്ക് അതേസമയം തന്നെ പ്രയോഗിക്കുകയും ചെയ്തു. ദിവ്യവരുഷ സഹസ്രം തു തദ്യുദ്ധം പരമം തയോ. അവർ തമ്മിലുള്ള ആ യുദ്ധം 1000 ദിവ്യവർഷം, ദിവ്യവർഷ സഹസ്രം ജാതം നീണ്ടുനിന്നു. രാജാവേ, വിസ്മയദം സർവേഷാം തത്ര ചാശ്രമേ, ആശ്രമത്തിലുള്ള ആളുകൾക്ക് മുഴുവൻ ഇത് വലിയ വിസ്മയമായി മാറി. തദാ ജഗാമ തരസാ പീതവാസാശ്ചതുർഭുജ. അപ്പോ അവിടേക്ക് പിതാംബരധാരിയായി ചതുർഭുജനുമായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ അവിടേക്ക് എഴുന്നള്ളി, ഈ ആശ്രമത്തിലേക്ക്. പ്രഹ്ലാദസ്യ ആശ്രമം തത്ര ജഗാത ച ഗദാധര. ചതുർബാഹുവായി ചതുർഭുജോ രമാകാന്തോ രഥാംഗധര പത്മഭത്. ചതുർബാഹുവായി രമാകാന്തനായി ചക്രം, ശംഖ്, പത്മം ഒക്കെ ഗദാധാരിയായി ആ ഗദാധരൻ പ്രഹ്ലാദന്റെ ആശ്രമത്തിൽ ചെന്നു. അദ്ദേഹത്തോട് സംഭാഷണം ചെയ്യുകയുണ്ടായി എന്നാണ്. അപ്പോ ദൃഷ്ട്വാ തമാഗതം തത്ര, തൻ്റെ ആശ്രമത്തിലേക്ക് എഴുന്നള്ളിയ ഭഗവാനെ കണ്ടിട്ട് ഹിരണ്യകശിപോ സുത, ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ ആ പ്രഹ്ലാദൻ പ്രണമ്യ പരയാഭക്തിയ പ്രാഞ്ജലി പ്രത്യുവാച. ഭക്തിപൂർവം വണങ്ങി കൈകൂപ്പിക്കൊണ്ട് അഞ്ജലീബദ്ധനായി ആ ഭഗവാന്റെ മുമ്പിൽ പ്രഹ്ലാദൻ പറയുകയാണ്, ദേവദേവ ജഗന്നാഥ ഭക്തവത്സല മാധവ കഥം ന ജിതവാനാജാവഹമേതോ തപസ്വിനോ സംഗ്രാമസ്തു മയാ ദേവ കൃത പൂർണ്ണം ശതം ശമാ. എന്തുകൊണ്ടാണ് കഥം എനിക്ക് ഈ താപസന്മാരെ യുദ്ധത്തിൽ ജയിക്കാൻ സാധിക്കാതെ പോയത്? ഞാൻ പൂർണ്ണമായി പൂർണ്ണം ശതം സമാ 100 ദിവ്യവർഷം യുദ്ധം ചെയ്തു. സുരാണാം ന ജിതൗ കസ്മാദിതിമേ വിസ്മയോ മഹാൻ. ഇത്രയും കാലം യുദ്ധം ചെയ്തിട്ടും എനിക്ക് അവരെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, എനിക്ക് വിസ്മയമുണ്ടാക്കുന്നത്. ഇത് കേട്ടപ്പോൾ ചതുർബാഹുവായിരിക്കുന്ന ഭഗവാൻ വിഷ്ണു പറഞ്ഞു, വിഷ്ണുരുവാച, എന്താ പറഞ്ഞത്? സിദ്ധാവിമോ മദം ശൗച വിസ്മയ കോത്രമാരിഷ. സിദ്ധന്മാരായ ഇവർ എൻ്റെ അംശഭൂതന്മാരാണ്, വിഷ്ണുവിൻ്റെ അംശമാണ് നരനാരായണന്മാര്. അങ്ങനെയെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനെന്തിരിക്കുന്നു? എന്നെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ആയുധങ്ങളെ കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അചഞ്ചലമായ ഭക്തി കൊണ്ട് പ്രഹ്ലാദ നീ പണ്ട് എന്നെ തോൽപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഭഗവാൻ അതാവും വിചാരിച്ചിട്ടുണ്ടാവുക. താപസൗ ന ജിതാത്മാനോ നരനാരായണൗ ജിതോ. അവര് താപസന്മാരാണ്, ജിതാത്മാക്കളാണ്, നരനാരായണന്മാരാണ്. അതുകൊണ്ട് ഗച്ഛ ത്വം വിതലം രാജൻ കുരു ഭക്തിം മമാചലാം.
അചലമായ, എന്നിൽ അചലമായ അചഞ്ചലമായ ആ ഭക്തിയോടുകൂടി വിതലത്തിൽ പോകൂ, അവിടെ ഭക്തിയുള്ളവനായി തീരട്ടെ, അവിടെ ചൊല്ലൂ, എന്നെ ഭജിക്കൂ എന്ന് പറയുന്നു. നാഭ്യാം കുരുവിരോധം ത്വം താപസാഭ്യാം മഹാമതേ. ഹേ മഹാമതേ, ബുദ്ധിമാനായിരിക്കുന്ന ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദ, നീ ഒരിക്കലും ഈ താപസന്മാരുമായി വിരോധം അരുത്. ഭഗവാൻ ഉറപ്പിച്ച് പറഞ്ഞു. വേദവ്യാസം പറയുകയാണ്, ഇത്യാജ്ഞപ്തോ ദൈത്യരാജോ നിത്യയാവസുരൈ സഹ നരനാരായണോ ഭൂയസ്തപോയുക്തോ ബഭൂവതു. ഇങ്ങനെ ഇത്യാജ്ഞപ്തവും, ഇങ്ങനെ ആ ഭഗവാൻ വിഷ്ണു ആജ്ഞാപിച്ചപ്പോൾ, അല്ലെങ്കിൽ ഭഗവാനാൽ ആജ്ഞാപിക്കപ്പെട്ട ആ ദൈത്യരാജാവ് നിര്യയാവസുരൈ സഹ, അസുരൈ സഹ, അസുരന്മാരോടുകൂടി, തന്നോടുകൂടി യുദ്ധത്തിനായിട്ട് വന്ന നിരവധിയായ അസുരശ്രേഷ്ഠന്മാരോടുകൂടി പ്രഹ്ലാദൻ വീണ്ടും പാതാളത്തിലേക്ക് തന്നെ, അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞതുപോലെ വിതലം, അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം, ഇതൊക്കെ തന്നെ പാതാളാണ്. അപ്പോൾ അവിടുന്ന് തിരിച്ചുപോയി, വിതലത്തിലേക്ക് പോയി, അല്ലെങ്കിൽ പാതാളത്തിലേക്ക് പോയി. നരനാരായണന്മാരോ, നരനാരായണോ ഭൂയ തപോയുക്തോ ബഭൂവതു. നരനാരായണന്മാര് വീണ്ടും തപോയുക്തോ ബഭൂവതു, വീണ്ടും അവര് തപസ്സിൽ മുഴുകുകയും ചെയ്തു എന്ന് പറയുന്നിടത്താണ് ഈ അധ്യായം, ചതുർത്ഥ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കപ്പെടുന്നത്. ഓരോ കഥകൾ കേൾക്കുമ്പോഴും ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ആളുകൾക്ക് അതിൽ പല സംശയങ്ങളും ഉണ്ടാവും. ഇവിടെ വേദവ്യാസ മഹർഷിയുടെ അടുത്തിരുന്ന് കഥ കേൾക്കുന്ന ജനമേജയനും ഇത്തരത്തിൽ സംശയങ്ങളുണ്ടാവുന്നു. ആ സംശയങ്ങൾ ജനമേജയൻ തൻ്റെ ഗുരുനാഥനായിരിക്കുന്ന ആ വ്യാസ മഹർഷിയോട്, സത്യവതീസുതനോട് ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇപ്പോൾ അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.